നിശബ്ദമായി തന്നെ ഇന്ത്യ ചൈന ബന്ധം കൂടുതൽ ദൃഢമാകുന്നു. ഇതോടുകൂടി തന്നെ ചൈനയിലുള്ള അവിടെ നിന്നുള്ള കമ്പനി പ്രൊഫഷണലുകൾക്ക് ഒരു സന്തോഷ വാർത്തയാണ് ഇന്ത്യ ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. ചൈനയിൽ നിന്നുള്ള കമ്പനി പ്രൊഫഷണലുകൾക്ക് വിസ നിയന്ത്രണത്തിൽ ഇളവ് അനുവദിക്കുന്നത് സംബന്ധിച്ചുകൊണ്ട് കാര്യങ്ങൾ പരിഗണനയിലാണ് എന്നാണ് വാർത്തകൾ പുറത്തുവരുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു പുതിയ നീക്കം ഉണ്ടായിരിക്കുന്നത്. ഇളവ് പ്രാബല്യത്തിലായാൽ വിവോ, ഒപ്പോ, ഷവോമി തുടങ്ങിയ ചൈനീസ് കമ്പനികൾക്ക് ഉന്നത മാനേജ്മെന്റ് പദവികളിലേക്ക് ചൈനയിൽ നിന്ന് ആളുകളെ എത്തിക്കാനാകുമെന്നും സിഇഒ, അതുപോലെ തന്നെ ജനറൽ മാനേജർ, HR, എക്സിക്യൂട്ടീവ് തുടങ്ങിയ ഈ തസ്തികകളിലേക്കെല്ലാം തന്നെ ചൈനീസ് പൗരന്മാർക്ക് വിസ വീണ്ടും നൽകി തുടങ്ങി എന്നതാണ് സർക്കാർ പരിഗണനയിലുള്ളത്. അതേസമയം കഴിഞ്ഞ ദിവസം ഇന്ത്യയിലേക്ക് സന്ദർശനത്തിനായി ചൈനയുടെ വിദേശകാര്യമന്ത്രി എത്തുകയും ചെയ്തിരുന്നു. ഇതെല്ലാം വിരൽ ചൂണ്ടുന്നതും ഇന്ത്യ ചൈന ബന്ധം കൂടുതൽ ദൃഢമാകുന്നു എന്നത് തന്നെയാണ്. എന്നാൽ ചില കോണുകളിൽ നിന്നും ഇന്ത്യ ചൈന ബന്ധത്തെ അത്രയ്ക്ക് നല്ലതായി തന്നെ അവർക്ക് നോക്കിക്കാണാൻ സാധിക്കുന്നില്ല എന്ന വിലയിരുത്തലാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം വ്യക്തമാക്കുന്നത്. ഈ ബന്ധത്തിൽ വലിയ അത്ഭുതങ്ങളൊന്നും തന്നെ എടുത്തു പറയാനില്ല എന്നതാണ് ഇവർ ഈ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് സംബന്ധിച്ചും അതുപോലെ ഇന്ത്യയെ പിന്തുണച്ചുകൊണ്ട് ചൈന രംഗത്ത് വന്നതിലും രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. അതേസമയം അമേരിക്കയെ ഭീഷണി എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ചൈനീസ് അംബാസിഡർ കൂടിയായ ഷു ഫെയ്ഹോങ് രംഗത്ത് വന്നിരുന്നു. US ദീർഘകാലമായി തന്നെ സ്വതന്ത്ര വ്യാപാരത്തിൽ നിന്ന് നേട്ടമുണ്ടാക്കിയെന്നും എന്നാൽ ഇപ്പോൾ ടാരിഫുകൾ വിലപേശാനുള്ള ഉപാധിയായി തന്നെ ഉപയോഗിക്കുകയാണ് എന്നും പറഞ്ഞു. ഇന്ത്യക്കെതിരെ 50% വരെ ടാരിഫ് ചുമത്തിയ US നീക്കത്തെ ചൈന ശക്തമായി തന്നെ എതിർക്കുന്നുവെന്നും നിശബ്ദത പാലിക്കുന്നത് ഭീഷണി ഉയർത്തുന്നവരെ കൂടുതൽ ധൈര്യശാലികളാക്കുമെന്നും ചൈന ഇന്ത്യക്കൊപ്പം ഉറച്ചു നിൽക്കുന്നുവെന്നും അദ്ദേഹം ഇവിടെ പറയുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല, ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കായി തന്നെ ചൈനീസ് വിപണി തുറക്കുന്നതിനെ കുറിച്ച് സംസാരിച്ച അദ്ദേഹം അതായത് ഇരു രാജ്യങ്ങളുടെയും വിപണികളിലെ ഉൽപ്പന്നങ്ങളുടെ കൈമാറ്റം വഴി വലിയ പുരോഗതി നേടാൻ കഴിയുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. IT, സോഫ്റ്റ്വെയർ അതുപോലെ തന്നെയുള്ള മറ്റ് സ്ഥലങ്ങളിലെല്ലാം തന്നെ ഇന്ത്യക്ക് മികച്ച സ്വാധീനങ്ങൾ ഉണ്ടെന്നും അതേസമയം ഇലക്ട്രോണിക് നിർമ്മാണം, അടിസ്ഥാന സൗകര്യം, വികസനം, പുതിയ ഊർജം എന്നിവയിൽ ചൈന അതിവേഗം വളരുകയാണ് എന്നും അദ്ദേഹം ഇവിടെ എടുത്തു പറയുന്നു. ഈ രണ്ട് പ്രധാന വിപണികളും ഒന്നിനൊപ്പം തന്നെ അത് ചേരുകയും എന്നാൽ രണ്ടിൽ കൂടുതലുള്ള ഫലം ഉണ്ടാകുകയും ചെയ്യുമെന്നും ഇവർ വ്യക്തമാക്കുന്നുണ്ട്. ഇന്ത്യൻ ബിസിനസ്സുകൾ ചൈനയിൽ നിക്ഷേപം നടത്തണമെന്ന് ചൈന ആഗ്രഹിക്കുന്നതായും ചൈനീസ് സ്ഥാപനങ്ങൾക്ക് ഇന്ത്യയിൽ നീതിയുക്തവും വിവേചനരഹിതവുമായ ബിസിനസ് അന്തരീക്ഷം ലഭിക്കുമെന്നും ഇവർ പ്രത്യാശ പ്രകടിപ്പിക്കുന്നുണ്ട്. തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിക്ക് US 50% ടാരിഫ് ചുമത്തുകയാണ്. ഇതിൽ റഷ്യയിൽ എണ്ണ വാങ്ങുന്നതിന് 25% ടാരിഫും അധിക പിഴയും ഉൾപ്പെടുത്തുന്നു. റഷ്യയിൽ നിന്ന് അസംസ്കൃത എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിലൂടെ തന്നെ ഇന്ത്യ റഷ്യ-യുക്രൈൻ യുദ്ധത്തിന് ധനസഹായം നൽകുന്നു എന്നതാണ് US-ന്റെ വാദം. ഇരു രാജ്യങ്ങളും സൗഹാർദ്ദത്തിൽ കഴിയുന്നിടത്തോളം കാലം ആഗോള പ്രതിസന്ധികൾക്കിടയിൽ പോലും ഏഷ്യൻ അത്ഭുതം നിലനിർത്താൻ കഴിയുമെന്നായിരുന്നു വ്യക്തമാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഭീഷണിപ്പെടുത്തൽ ഇവയൊന്നും തന്നെ ഇന്ത്യക്ക് മുന്നിൽ നടക്കില്ല എന്നാണ് ചൈന അറിയിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.